നോക്കിയോ, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ സാധാരണ മെയിൻസ് എക്സാമിനൊന്നും കാണാറില്ല. ഇത് റെയറായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത് വളരെ ചുരുക്കം തവണ മാത്രമേ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അതായത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24-ാം ഭേദഗതിയാണ്. 1971 24-ാം ഭേദഗതിയാണ് അല്ലെ. 1971 24-ാം ഭേദഗതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ 1971 26-ാം ഭേദഗതിയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. 26-ാം ഭേദഗതി എന്താ കുട്ടികളെ പറയുന്നത്? 1971 26-ാം ഭേദഗതി എന്താണ് പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 26-ാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയത്. എന്താണ് കുട്ടികളെ? നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 26-ാം ഭേദഗതി 1971. 26-ാം ഭേദഗതി 1971. അതുപോലെ നിങ്ങൾ മറക്കണ്ട, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തത് 1971 24-ാം ഭേദഗതിയാണ്. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത് 1971 തന്നെ 26-ാം ഭേദഗതിയിലൂടെയാണ്. ഈ രണ്ട് ഭേദഗതി സമയത്തും ആരാണ് പ്രധാനമന്ത്രി, ആരാണ് രാഷ്ട്രപതി? 1971 ആരാണ് പ്രധാനമന്ത്രി, ആരാണ് രാഷ്ട്രപതി? ഈ രണ്ട് ഭേദഗതിയുടെ സമയത്തും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ആരാണ് രാഷ്ട്രപതി? ഫക്രുദ്ദീൻ അലി അഹമ്മദ് 71 രാഷ്ട്രപതിയാണ്. 73 മുതൽ 77 വരെ ഇല്ലേ അദ്ദേഹം രാഷ്ട്രപതി? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. വി വി ഗിരി കേട്ടോ, വി വി ഗിരിയാണ് രാഷ്ട്രപതി കേട്ടോ, വി വി ഗിരിയാണ് രാഷ്ട്രപതി. ഓക്കെ, 69 മുതൽ 74 വരെ രാഷ്ട്രപതി. 69 മുതൽ 74 വരെ രാഷ്ട്രപതി വി വി ഗിരിയാണ്. അതുകൊണ്ട് ഈ രണ്ട് അമെന്റ്മെന്റിന്റെ സമയത്തും, രണ്ട് അമെന്റ്മെന്റ്, അതായത് നമ്മളെ 24-ാം അമെന്റ്മെന്റ് 26-ാം അമെന്റ്മെന്റ്, രണ്ടിന്റെ സമയത്തും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്, രാഷ്ട്രപതി വി വി ഗിരിയാണ്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കോണേ. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ഈ ഭേദഗതി ചെയ്യുന്ന സമയത്ത് പാർലമെന്റിന് എന്ത് കാര്യം വേണോ ചെയ്യാൻ പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. എന്ത് കാര്യത്തിൽ മാറ്റം വരാൻ പാടില്ല? ഏത് കാര്യത്തിലാണ് പാർലമെന്റ് ഭേദഗതി ചെയ്യുമ്പോൾ മാറ്റം വരാൻ പാടില്ലാത്തത്? ഏത് കാര്യത്തിൽ മാറ്റം വരാൻ പാടില്ല കുട്ടികളെ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരാൻ പാടില്ല. അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരാൻ പാടില്ല. അടിസ്ഥാന ഘടനയ്ക്ക്, അതായത് ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരാൻ പാടില്ല. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടനയിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും കുട്ടികളെ? എന്തൊക്കെ പറയാൻ പറ്റും പറഞ്ഞേ? ബേസിക് സ്ട്രക്ചറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം നമ്മുടെ ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. എന്താണ് പരമാധികാരം എന്ന് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് മാത്രമായിരിക്കും. ഓക്കെ അല്ലേ? പരമാധികാരം പരമാധികാരം ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ ഭരണരീതി, അതായത് നമ്മുടെ രാജ്യത്ത് ഈ ഇലക്ഷൻ നടത്തുന്നത് മറ്റും ജനാധിപത്യ രീതിയിലാണ്. അപ്പൊ അതില് മാറ്റം വരുത്താൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക്കൻ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. എന്താണ് റിപ്പബ്ലിക്കൻ എന്ന സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കൻ രാജ്യമാണ്. എന്താണ് ഈ റിപ്പബ്ലിക്കൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെ? പറഞ്ഞേ, റിപ്പബ്ലിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യം എങ്ങനെയാണ് റിപ്പബ്ലിക് ആവുന്നത്? ഒരു രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണത്തലവനുണ്ടെങ്കിൽ ആ രാജ്യം റിപ്പബ്ലിക് എന്ന് പറയാം. നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രത്തലവനെ അല്ലെങ്കിൽ ഭരണതലവല്ല രാഷ്ട്രത്തലവൻ
തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനാണേ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവൻ. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷനിലൂടെയാണ്. അപ്പം നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്. അപ്പൊ അത് മാറാൻ പാടില്ല. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള പാർലമെന്ററി ഭരണ സമ്പ്രദായം അതിൽ മാറ്റം വരുത്താൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനം അതിൽ മാറ്റം വരുത്താൻ പാടില്ല. ഓക്കെ, ഫെഡറൽ മീൻസ് അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. മതേതര രാജ്യം മീൻസ് എന്താ കുട്ടികളെ? നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മതമില്ല, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടന. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ലോ ഏതാണ്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ലോ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമം ഏതാണ് കുട്ടികളെ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ലോ അല്ലെങ്കിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ലോ ഏതാണ് കുട്ടികളെ? പറയാൻ പറ്റും നിങ്ങൾക്ക്? ഏറ്റവും ഉയർന്ന നിയമം ഏതെന്നിട്ട് നിങ്ങൾ ഏത് പറയും? നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമം ഏതെന്ന് കേട്ടാൽ, ഏറ്റവും ഉയർന്ന നിയമ സംഹിത ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആ ഒരു കാര്യം മാറാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ സുപ്രീം ലോ എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം മാറാൻ പാടില്ല. മനസ്സിലായ? നമ്മുടെ രാജ്യത്തെ സുപ്രീം ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ മാറ്റം വരുത്താൻ പാടുണ്ടോ? അത് മാറ്റം വരുത്താൻ പാടില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയുക. ഓക്കെ അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അധികാരം നൽകിയിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം. ഓക്കെ, അതായത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം നൽകിയിരിക്കുന്നത്. മനസ്സിലായ? ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം. ആമുഖം തുടങ്ങുന്നത് അങ്ങനെയാണല്ലേ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മളാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ചോദ്യം തന്നെ വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്. സുപ്രീം കോടതിക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആര്? ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരം നൽകിയിരിക്കുന്നത് ആര്? ഇന്ത്യൻ പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നത് ആര്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സുപ്രീം കോടതിക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആര്? പ്രസിഡന്റിന് അധികാരം നൽകിയിരിക്കുന്നത് ആര്? പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നത് ആര്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് സുപ്രീം കോടതിക്ക് ഇന്ന അധികാരങ്ങളുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് അധികാരമുണ്ട്. അതുപോലെ പ്രസിഡന്റിന് ഇന്ന അധികാരങ്ങളുണ്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കുട്ടികളെ? പ്രസിഡന്റിന് അതിൻ്റെതായ അധികാരങ്ങളുണ്ട്. പാർലമെന്റിന് ഇന്ന അധികാരങ്ങളുണ്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പാർലമെന്റിന് ആ അധികാരങ്ങളുണ്ട്. പക്ഷെ ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം നൽകുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ജനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം നൽകിയിരിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനത്തതാണ് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്വഭാവം എങ്ങനെയാണ്? പറഞ്ഞേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വഭാവം എങ്ങനെയാണ്? പറഞ്ഞേ കുട്ടികളെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്വഭാവം എങ്ങനെയാണ്? ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ അല്ലേ? ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. റിജിഡ് മീൻസ് ദൃഢമായത്. ഫ്ലെക്സിബിൾ മീൻസ് അയവുള്ളത്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഓക്കെ അല്ലേ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ദൃഢമായതാണ്, അതുപോലെ തന്നെ അയവുള്ളതുമാണ്. ഓക്കെ, ദൃഢമായത് മാത്രമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, അയവുള്ളതെന്ന് മാത്രം പറഞ്ഞാലും തെറ്റാണ്. രണ്ടും കൂടെ ചേർന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്വഭാവം, ദൃഢമായതും അയവുള്ളതും. ഓക്കെ അല്ലേ? അപ്പം അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്. ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ അടിസ്ഥാന ഘടന എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, സുപ്രീം കോടതി ഏത് കേസിലാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് പരാമർശിക്കുന്നത്? അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടന എന്ന പരാമർശം സുപ്രീം കോടതി കൊണ്ടുവരുന്നത് ഏത് കേസിലെന്ന് കേട്ട് കഴിഞ്ഞാൽ 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്, അല്ലെ? കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ, 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ് അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള പരാമർശം സുപ്രീം കോടതി കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതും നിങ്ങൾക്ക് അറിയാവുന്ന എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വേഗത്തിൽ അറ്റൻഡ് ചെയ്ത്. അറിയാവുന്ന എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വേഗത്തിൽ അറ്റൻഡ് ചെയ്ത്. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരം? പിള്ളേരെ, ആർട്ടിക്കിൾ 359. ആർട്ടിക്കിൾ 359. ഓക്കെ, അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കുട്ടികളെ? ആർട്ടിക്കിൾ 359. ഞാൻ പറയുന്നു എല്ലാ മൗലിക അവകാശങ്ങളും അടിയന്തരാവസ്ഥക്കാലത്ത് റദ്ദ് ചെയ്യപ്പെടും. ശരിയോ തെറ്റോ? എല്ലാ മൗലിക അവകാശങ്ങളും അടിയന്തരാവസ്ഥക്കാലത്ത് റദ്ദ് ചെയ്യപ്പെടും. ശരിയാണോ തെറ്റാണോ? പറഞ്ഞേ, എന്താണ് അതിലെ തെറ്റ്? ഞാൻ പറഞ്ഞ തെറ്റ് എന്താണ്? വളരെ അടിയന്തരാവസ്ഥക്കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത 2 മൗലിക അവകാശങ്ങളുണ്ട്. അത് 20ഉം 21ഉമാണ്. 20ഉം 21ഉമാണ്, അല്ലെ? 20ലെയും 21ലെയും മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പാടില്ല. 20ലെയും 21ലെയും മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്ത് റദ്ദ് ചെയ്യാൻ പാടില്ല. 20ൽ എന്താണ് പറയുന്നത് കുട്ടികളെ? 20ൽ എന്താണ് പറയുന്നത്? 20ൽ പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ. ഒരു കുറ്റവാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ 20ൽ പറയുന്നു. ഓക്കെ, ഇനി ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏതിൽ പറയുന്നു? 21ൽ പറയുന്നു. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21ൽ പറയുന്നു. ഈ 2 കാര്യങ്ങൾ ഏതൊരു അടിയന്തരാവസ്ഥ കാലത്തും റദ്ദ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ, 20ലും 21ലും പറയുന്നത് ഒരിക്കലും റദ്ദ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? മൗലിക അവകാശങ്ങളുടെ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏതാ? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് കുട്ടികളെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുവർണ ത്രികോണം അതും ചോദിക്കാറുണ്ട്. സ്നേഹിക്ക് 16 14 14, 19, 21. കണ്ടോ, ഇതൊക്കെ ഇതിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ 14, 19, 21. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് 14, 19, 21. എങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതാണ് ആർട്ടിക്കിൾസ്? പറഞ്ഞേ, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്?
ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15, 16, 19, 29, 30. 15, 16, 19, 29, 30. 15, 16, 19, 29, 30. ഓക്കെ. അപ്പൊ ഇത്രയും സാധനങ്ങള് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇനി മറക്കരുത്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും റദ്ദ് ചെയ്യപ്പെടാത്ത മൗലിക അവകാശങ്ങൾ 20, 21. ഓക്കെ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് 21. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്നത് 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായെന്നറിയപ്പെടുന്ന 32. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിൾസ് 14, 19, 21. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാവുന്ന മൗലിക അവകാശങ്ങൾ 15, 16, 19, 29, 30. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങളാണ് 15, 16, 19, 29, 30. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 359 മനസ്സിലായെങ്കിൽ എന്താണ് കുട്ടികളെ ആർട്ടിക്കിൾ 358? എന്താണ് കുട്ടികളെ ആർട്ടിക്കിൾ 358? പറഞ്ഞേ. ആർട്ടിക്കിൾ 358 എന്താ? പറഞ്ഞേ. വളരെ സിമ്പിൾ ആണ്. അതായത് യുദ്ധമോ 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 പുറത്തു നിന്നുള്ള കടന്നുകയറ്റമോ, യുദ്ധമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റമോ കാരണം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ, യുദ്ധമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റമോ കാരണം, അങ്ങനെ തന്നെ പഠിക്കുക. യുദ്ധമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റമോ കാരണം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പരാമർശിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ, ആർട്ടിക്കിൾ 19 പരാമർശിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർക്ക് നഷ്ടപ്പെടും? നമുക്ക് നഷ്ടപ്പെടും. യുദ്ധമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റമോ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പരാമർശിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് പരാമർശിക്കുന്നത് 358 ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാവുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഇത് കട്ടാവും. 358 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യാൻ കുട്ടികളെ? കട്ടാവും ഓട്ടോമാറ്റിക്കലി. ഇത് രാഷ്ട്രപതിയുടെ തീരുമാനം പോലെയാണ്. 359 പ്രയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ 20, 21 ഒഴികെയുള്ള ബാക്കിയുള്ള മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ കഴിയും. മനസ്സിലായ? 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങളെ ആർട്ടിക്കിൾ 359 ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് റദ്ദ് ചെയ്യാൻ കഴിയും. ഇവിടെ മനസ്സിലായ? ഇത് അടിയന്തരാവസ്ഥ, യുദ്ധമോ പുറത്തുനിന്നുള്ള കടന്നുകയറ്റമോ കാരണം, അതായത് വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കല്ല, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും കുട്ടികളെ? ഇത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ കട്ടാവും. ഓക്കെ, ശരി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ മനസ്സിലായടെ? ഇവിടെ പറയടേ, എന്തു ഇവിടെ ഉണ്ടായിരിക്കുന്നേ? മനസ്സിലായ? ഓക്കെ. എന്റെ മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? സായുധ കലാപം ഉൾപ്പെടില്ല. എന്റെ നെറ്റിയില് ഞാൻ ഇവിടെ ചെറിയൊരു സ്ലാബിന്റെ ബലം ഒന്ന് പരീക്ഷിച്ചത്. ഓക്കെ, ബലം പരീക്ഷിച്ചപ്പോഴ് എന്റെ തലയേക്കാളും കുരുവല്ല എന്റെ തലയേക്കാളും ബലം ആ സ്ലാബിലുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഓൾറെഡി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വൈകിട്ട് വിശന്നിട്ട് തലവേദന എടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ ആ കൂട്ടത്തില് തല ഒരു സ്ലാബിൽ തട്ടി. ഓക്കെ, അങ്ങനെ ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെ മുഴച്ചിരിക്കുന്നത്. അതാണ് ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്കുമ്പോ നേരെ അങ്ങോട്ടാണ് കണ്ണു പോകുന്നത്. ഓക്കെ, ഇനി ടി എടുക്കാൻ പോണം. ചെറിയ മുറിവുണ്ട്. ദിസ് ക്വസ്റ്റ്യൻ പ്ലീസ് അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരെന്നാണ് ചോദ്യം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരെന്നാണ് ചോദ്യം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പിള്ളേരെ അലോക് റാവത്ത് ആണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാരെന്ന് കേട്ട് കഴിഞ്ഞാൽ അലോക് റാവത്ത് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് വേണം പോവാൻ, കേട്ടോ. ഓക്കെ, ചോദ്യം ഇതാണ്: ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? ഒന്ന് പറഞ്ഞേ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ, വനിതാ കമ്മീഷൻ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രിലിംസിന് ഉണ്ടാകും. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം 1990 നാഷണൽ വുമൻസ് കമ്മീഷൻ ആക്ട്. നാഷണൽ വുമൻസ് കമ്മീഷൻ ആക്ട്. ഓക്കെ, ഏത് നിയമപ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലയിൽ വന്നതെന്ന് കേട്ടാ ഇത്രയേ ഉള്ളൂ. 1990 ദേശീയ വനിതാ കമ്മീഷൻ, ആർക്കട വനിതാ നിയമം, വനിതാ കമ്മീഷൻ നിയമം, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം. ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ എപ്പോഴാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, തീയതി. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, തീയതി പറഞ്ഞേ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, തീയതി. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, തീയതി 1992 ജനുവരി മാസം 31. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1992 ജനുവരി 31. ഓക്കെ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ദേശീയ വനിതാ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ കുട്ടികളെ? പറഞ്ഞേ. തെറ്റാണ്. ദേശീയ വനിതാ കമ്മീഷൻ എന്ത് തരം ബോഡിയാണ് കുട്ടികളെ? നിയമപ്രകാരം നിലയിൽ വന്നതാണെങ്കിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. ഓക്കെ അല്ലേ? നിയമപ്രകാരം നിലയിൽ വന്നതെങ്കിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? ദേശീയ വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? കോളക്കെടുത്തിൽ പെട്ടെന്ന് വാ. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് പിള്ളേരെ? അംഗസംഖ്യ എത്രയാണ്? പറഞ്ഞേ. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും കുട്ടികളെ? ഒറ്റണത്തിന് അറിഞ്ഞൂടെ? പറയടേ, എളുപ്പമുള്ള ക്വസ്റ്റ്യനടെ. അംഗസംഖ്യക്ക് എത്രയോ റിവിഷനിൽ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 കേട്ടാ. അടിച്ചു വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കാം. തെറ്റാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 6 കേട്ടാ. 6 പരമാവധി അംഗസംഖ്യ. 6 പരമാവധി അംഗസംഖ്യ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേർ. ചെയർപേഴ്സൺ അല്ല, ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേര്. 6 പേരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാകും. 6 പേരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാകും. ഓക്കെ, 6 പേരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാവും. പേരാണ്. അപ്പൊ 6 പരമാവധി അംഗസംഖ്യ. 6 പേര് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി. എണ്ണം ചോദിച്ചാൽ 6 തന്നെയാണ്. മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മെമ്പർ സെക്രട്ടറി കൂടെ കൂട്ടിയാണെങ്കിൽ 7 പേര് വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ. ദേശീയ വനിതാ കമ്മീഷനിൽ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ 6 പേരെന്ന് പറയുന്നുണ്ട്. അതില് എത്ര പേര് SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം? പറഞ്ഞേ. 6 പേരില് എത്ര പേര് SC/ST വിഭാഗത്തിൽ നിന്നുണ്ടായിരിക്കണം? 6 പേരിൽ എത്ര പേര് SC/ST വിഭാഗത്തിൽ നിന്നുണ്ടായിരിക്കണം? പറഞ്ഞേടാ. പിള്ളേരെ, അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 6 അംഗങ്ങളിലുള്ളതിൽ ഒരാള് SC/ST വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കണം. 6 പേരിൽ ഒരാള് SC/ST വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കണം. ഓക്കെ, കൊള്ളാം. അംഗസംഖ്യ ഒന്ന് പറഞ്ഞേ. അംഗസംഖ്യ ഒന്ന് പറഞ്ഞേ പറഞ്ഞല്ലേ? സോറി. ഓക്കെ, കാലാവധി ഒന്ന് പറഞ്ഞേ. കാലാവധി ഞാൻ പറഞ്ഞില്ലേ, തട്ട് കിട്ടിയോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ റിലേ പോവും. ഓക്കെ, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി
എടാ എവിടെയാണ് ഇവരുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്ന് പറഞ്ഞേ? എവിടെയാണ് ഇവരുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്ന് പറഞ്ഞേ? ഇവരുടെ ആസ്ഥാനം വരുന്നത് ഡൽഹിയിലെ നിർഭയ ഭവൻ. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ആസ്ഥാനം. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ആസ്ഥാനം കേട്ടോ. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ആസ്ഥാനം. ഓക്കെ അല്ലേ? ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ആസ്ഥാനം. ഇനി ഇവരുടെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്ന് പറഞ്ഞ കുട്ടികളെ, പ്രസിദ്ധീകരണത്തിന്റെ പേര്. ഇവർക്കൊരു പ്രസിദ്ധീകരണമുണ്ട്. പ്രസിദ്ധീകരണം എന്താണ് കുട്ടികളെ? രാഷ്ട്രമഹിള. ഇവിടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് രാഷ്ട്രമഹിള എന്നാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷന് ഒരു വെബ് പോർട്ടൽ ഉണ്ട്. എന്താണ് ദേശീയ വനിതാ കമ്മീഷന്റെ വെബ് പോർട്ടലിന്റെ പേര്? പേരെന്താണ്? പറഞ്ഞേ. വെബ് പോർട്ടലിന്റെ പേര് നാരി. ദേശീയ വനിതാ കമ്മീഷന്റെ വെബ് പോർട്ടലിന്റെ പേര് നാരി എന്നാണ്. നാരി. ഓക്കെ പിള്ളേരെ, ഇവരെ നിയമിക്കുന്നതും ഇവർക്ക് രാജിക്കത്ത് കൊടുക്കണമെങ്കിൽ രാജിക്കത്ത് സ്വീകരിക്കുന്നതും ഇവരെ നീക്കം ചെയ്യുന്നതും ഇവരുടെ റിപ്പോർട്ട് സ്വീകരിക്കുന്നതും എല്ലാം ആരാണ് കുട്ടികളെ? നിയമനം, രാജിക്കത്ത്, നീക്കം ചെയ്യൽ, റിപ്പോർട്ട്. നിയമനം, രാജിക്കത്ത്, നീക്കം ചെയ്യൽ, റിപ്പോർട്ട്. ഇതെല്ലാം ആരാണ് കുട്ടികളെ? ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ്. നിയമിക്കുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സ്വീകരിക്കുന്നതും എല്ലാം ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആരാ കുട്ടികളെ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? പറഞ്ഞേ. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാ? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? വളരെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സന്റെ പേരാണ് ജയന്തി പട്നായിക് അല്ലെ? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സന്റെ പേര് ജയന്തി പട്നായിക്. നിലവിലെ ചെയർപേഴ്സന്റെ പേരെന്താ? നിലവിലെ ചെയർപേഴ്സൺ 9ാമത്തെ ചെയർപേഴ്സൺ ആണ് ഇപ്പോൾ ഉള്ളത്. 9ാമത്തെ ചെയർപേഴ്സന്റെ പേരെന്താണ്? വിജയ കിഷോർ രഹത്കർ അല്ലെ? വിജയ കിഷോർ രഹത്കർ ആണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ 9ാമത്തെ ചെയർപേഴ്സൺ. ഓക്കെ, 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ വ്യക്തി ആരാ? അവര് റീസെന്റ് ആയിട്ട് മരണപ്പെട്ടായിരുന്നു. 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ വ്യക്തി ആരാ കുട്ടികളെ? 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ ഒരു വ്യക്തിയുണ്ട്. ആദ്യത്തെ വ്യക്തി ആരാണ് കുട്ടികളെ? ഗിരിജ വ്യാസ് ആയിട്ടുണ്ട്. ഗിരിജ വ്യാസാണ് ആദ്യത്തെ വ്യക്തി. അതോടൊപ്പം തന്നെ രേഖാ ശർമ്മയും 2 തവണ ആയിട്ടുണ്ട് കേട്ടോ. ഗിരിജ വ്യാസും രേഖാ ശർമ്മയും. ആദ്യത്തെ വ്യക്തി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗിരിജ വ്യാസാണ്. പിന്നെ രേഖാ ശർമ്മയും 2 തവണ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഞാൻ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു തന്നു, റിവിഷൻ ചെയ്തു. നമ്മള് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യത്തെ പുരുഷ വ്യക്തിയാണ് അലോക് റാവത്ത് അല്ലെ? ഓക്കെ അല്ലെ? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം 1992 ജനുവരി മാസം 31 നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ആർക്കുണ്ട്? ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്. ഈ 6 അംഗങ്ങളിൽ ഒരാള് മസ്റ്റ് ആയിട്ട് SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാകണം. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആസ്ഥാനം ഡൽഹിയിലെ നിർഭയ ഭവൻ. പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ഇവർക്കൊരു വെബ് പോർട്ടൽ ഉണ്ട്. വെബ് പോർട്ടലിന്റെ പേര് നാരി എന്നാണ്. നിയമിക്കുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സ്വീകരിക്കുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. നിലവിലുള്ളത് 9ാമത്തെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ ആണ് 9ാമത്തെ ചെയർപേഴ്സൺ. ഗിരിജ വ്യാസ്, രേഖാ ശർമ്മ, ഇവർ 2 പേര് 2 തവണ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ദേശീയ വനിതാ കമ്മീഷന് ആരെയും ശിക്ഷിക്കാനുള്ള അധികാരമില്ല.
ദേശീയ വനിതാ കമ്മീഷന് ആരെയും ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷനിൽ ആദ്യത്തെ പുരുഷ അംഗം നമ്മൾ പഠിച്ചുവെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ആരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ചീഫ് ഇൻഫർമേഷൻ പുനർനിയമനം ഉള്ളതുകൊണ്ടല്ലേ രണ്ടുപേരായത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത ആരാണ്? നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത ആരാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത ആരാ കുട്ടികളെ? പറഞ്ഞേ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത. രമേ, PS രമാദേവി ആയിരിക്കും പറയുന്നത്. അത് ഏത് ക്വസ്റ്റ്യൻ? ദീപക് സന്ധു അല്ലേ? ദീപക് സന്ധു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആകുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത ദീപക് സന്ധു. ലെഫ്റ്റ് ആയിക്കോ. രണ്ടാമത്തെ വനിത അതും ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വനിത ആരാ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചീഫ് ആകുന്ന രണ്ടാമത്തെ വനിത ആരാ കുട്ടികളെ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചീഫ് ആകുന്ന രണ്ടാമത്തെ വനിത പറ പെട്ടെന്ന് പറ. സുഷമ സിംഗ്. ഓക്കെ, സുഷമ സിംഗ്. ദീപക് സന്ധു ആദ്യത്തെ ആള്, സുഷമ സിംഗ് രണ്ടാമത്തെ ആള്. ദീപക് സന്ധു ആദ്യത്തെ ആള്, സുഷമ സിംഗ് രണ്ടാമത്തെ ആള്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ ചീഫ് ആകുന്ന ആദ്യത്തെ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. കേട്ടോ, ദീപക് സന്ധു എന്ന പേര് കേൾക്കുമ്പോൾ പുരുഷനാണെന്ന് വിചാരിക്കരുത്, സ്ത്രീയാണ് ദീപക് സന്ധു. ഓക്കെ, ദീപക് സന്ധു, സുഷമ സിംഗ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആരെങ്കിലും ചെയർപേഴ്സൺ പദവിയിലോട്ട് എത്തിയിട്ടുണ്ടോ വനിതകള്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏതെങ്കിലും വനിതകൾ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ചെയർപേഴ്സൺ പദവിയിൽ എത്തിയിട്ടുണ്ടോ കുട്ടികളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല, ആക്ടിങ് ആയിട്ടുണ്ട്. ആക്ടിങ് ആയിട്ടുള്ളത് ആരാണ്? വിജയഭാരതി സയാനി അല്ലേ? വിജയഭാരതി സയാനി എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ആക്ടിങ് ആയിട്ടുണ്ട്. വിജയഭാരതി സയാനി ആക്ടിങ് ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. അല്ലാതെ ചെയർപേഴ്സൺ പദവിയിലേക്ക് ഒരു വനിതകളും വന്നിട്ടില്ല. ഓക്കെ, ഒരു വനിതകളും മനുഷ്യാവകാശ കമ്മീഷനിൽ ഇതുവരെയും ഒരു വനിതയും ചെയർപേഴ്സൺ ആയിട്ടില്ല. എന്നാൽ ആക്ടിങ് ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഓക്കെ, വനിതകൾക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ എന്താക്കാത്തത്, ചെയർപേഴ്സൺ ആക്കാത്തത് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ ആക്ടിങ് ആയിട്ടുണ്ട്. വിജയഭാരതി സയാനിയാണ് ആക്ടിങ് ആയിട്ടുള്ളത്. ക്ലിയർ ആണ്. എന്നാൽ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിൽ ആരെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിട്ടുണ്ടോ? ഏതെങ്കിലും വനിതകൾ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകുന്ന ആദ്യ വനിത VS രമാദേവി. അതാണ് VS രമാദേവി. കേട്ടോ, മാറിപ്പോവരുതേ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അതും ഏറ്റവും കുറച്ചു കാലം VS രമാദേവിയാണ്. കേട്ടോ, ഓക്കെ. ഏക വനിതയും അവര് തന്നെയാണ്. ഒരേ ഒരു ആദ്യ വനിത, ഏക വനിത, ഏറ്റവും കുറച്ചു കാലം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചെയർപേഴ്സൺ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുന്ന ആദ്യ വനിത, ഏക വനിത, ഏറ്റവും കുറച്ചു കാലം. ഇത് മൂന്നും VS രമാദേവിയാണ്. കേട്ടോ, VS രമാദേവിയാണ്. ഓക്കെ, മനസ്സിലായടേ? ഓക്കെ, ക്ലിയർ ആണ്. വളരെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിനെയാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റിവിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണതാണ്, നമ്മൾ എത്ര നന്നായിട്ട് ഓരോ ടോപ്പിക്ക് റിവിഷൻ ചെയ്യോ അത്രയും നല്ലപോലെ നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ആവും. ഓക്കെ, സോ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? ഓക്കെ, തനിമ കൃതിക. നമുക്കറിയാം, ഇപ്പം ധാരാളം പദ്ധതികള് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 2 പദ്ധതികൾ പഠിച്ചിരിക്കുക. തനിമ, കൃതിക എന്നീ പദ്ധതികൾ
കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ പിള്ളേരെ. ദേശീയ കൈത്തറി ദിനം ഏതാണ്? പറഞ്ഞേ, ദേശീയ കൈത്തറി ദിനം ഏതാണ്? ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 അല്ലേ? ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. SCRT ഉള്ളൊരു ഡേറ്റ് ആണ് ദേശീയ കൈത്തറി ദിനം. ഓഗസ്റ്റ് 7. ഓക്കെ. ഈ ഓഗസ്റ്റ് 7 നമ്മൾ കൈത്തറി കൈകൊണ്ട് എറിയുന്ന ഒരു സാധനമായിട്ട് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 7 നമ്മൾ കൈകൊണ്ട് എറിയുന്ന ഒരു സാധനമായിട്ട് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. ഏതാ കുട്ടികളെ? ജാവലിൻ ത്രോ ദിനം. ദേശീയ ജാവലിൻ ത്രോ ദിനവും ഏതാണ് കുട്ടികളെ? ദേശീയ ജാവലിൻ ത്രോ ദിനവും ഏതാണ്? ഓഗസ്റ്റ് 7. ദേശീയ ജാവലിൻ ത്രോ ദിനവും ഏതാ കുട്ടികളെ? ഓഗസ്റ്റ് 7. കാരണം 2021 ഓഗസ്റ്റ് മാസം 7 നീരജ് ചോപ്ര ജാവലിൻ ത്രോയില് എന്ത് നേടിയത്? സ്വർണം നേടിയത്. 2021 ഓഗസ്റ്റ് മാസം 7 ടോക്കിയോ ഒളിമ്പിക്സില് 87.58 മീറ്റർ എറിഞ്ഞുകൊണ്ട് നീരജ് ചോപ്ര സ്വർണം നേടിയത് ഏത് വർഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാ വർഷം? 2021 ഓഗസ്റ്റ് 7. ഓക്കെ അല്ലേ? ഇനി തറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാ കുട്ടികളെ? തറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? അറിയപ്പോഴത് തറിയാണ്, തറയല്ല. ഓക്കെ. തറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. കണ്ണൂരുകാരെങ്കിലും ഉണ്ടാടേ? കണ്ണൂർ ക്ലാസ് കാണുന്ന കണ്ണൂരുകാരെങ്കിലും ഉണ്ടാ? തറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. ആരെങ്കിലും? കൃഷ്ണേന്ദു ഇല്ലെന്ന് തോന്നുന്നു. കൃഷ്ണേന്ദു ഇപ്പൊ വന്നേനാ. കണ്ണൂരുകാരുണ്ട്. ഫസീല, ദിൻഷ, അനീഷ, എല്ലാവരും നിങ്ങളെല്ലാം കണ്ണൂരുകാരാണോ? ഓക്കെ. തറികളുടെ നാടെന്നറിയപ്പെടുന്നത് ഏതാ കുട്ടികളെ? കണ്ണൂരാണ് കേട്ടോ, കണ്ണൂരാണ്. ഓക്കെ. എങ്കില് ഹാൻടെക്സും ഹാൻഡ് വീവും പറഞ്ഞേ. ഹാൻടെക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹാൻടെക്സിന്റെ ആസ്ഥാനം എവിടാ? ഹാൻഡ് വീവിന്റെ ആസ്ഥാനം എവിടാ? ഹാൻടെക്സിന്റെ ആസ്ഥാനം എവിടാ? ഹാൻഡ് വീവിന്റെ ആസ്ഥാനം എവിടാ? നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഹാൻടെക്സ് ടേ വരുന്നത് കൊണ്ട് ട്രിവാൻഡ്രം. ഹാൻടെക്സ് തിരുവനന്തപുരം അല്ലെ? ഹാൻടെക്സ് തിരുവനന്തപുരം. ഹാൻഡ് വീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വടക്കോട്ട് വടക്കോട്ടാണ് വീവിമാർ എന്ന് ഓർത്തിരുന്നാ മതി. ഹാൻഡ് വീവ് ആണെങ്കിൽ കണ്ണൂർ അല്ലെ? ഹാൻഡ് വീവ് ആണെങ്കിൽ കണ്ണൂർ. ഹാൻടെക്സ് തിരുവനന്തപുരവും ഹാൻഡ് വീവ് കണ്ണൂരുമാണ്. ഓക്കെ അല്ലേ? ശരി. ഓക്കെ. ഹാൻടെക്സും ഹാൻഡ് വീവും മറക്കണ്ട, ഇമ്പോർട്ടന്റ് ആണേ. ശരി. അപ്പൊ ഈ ക്വസ്റ്റ്യനും പഠിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് ചോദ്യം. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതെന്നാണ് ചോദ്യം. ആർക്കും ഡൗട്ട് വേണ്ട. ഏറ്റവും വലുത് ബ്രഹ്മപുരമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോടാണ്. ഇപ്പം നമുക്കറിയാം ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്. ഓക്കെ. അത് ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നല്ലളമാണ്. ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നല്ലളമാണ്. ഓക്കെ. ഈ രണ്ട് താപവൈദ്യുത നിലയങ്ങളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഡീസലാണ് അല്ലേ? ഈ രണ്ട് താപവൈദ്യുത നിലയങ്ങളിലും ലെഫ്റ്റ് ആയിക്കോ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാ കുട്ടികളെ? ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഡീസലാണ്. ബ്രഹ്മപുരം ഏറ്റവും വലുത് എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലളം കോഴിക്കോട് ജില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? നല്ലളം കോഴിക്കോട് ജില്ല. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്കിപ്പം കൂടുതൽ സ്നേഹം തരുന്ന ആളെ നമ്മൾ നല്ല ആളെന്ന് പറയും അല്ലേ? ഓക്കെ. കൂടുതൽ സ്നേഹം തരുന്ന ആൾ ഇപ്പം നമ്മളിപ്പം ചില
പ്രപ്പോസലൊക്കെ നമ്മൾ വീട്ടിൽ പറയുമ്പോഴും പെമ്പിള ഇങ്ങനെ പറയുന്നത് അയാളൊരു നല്ല മനുഷ്യനാണ്, അയാൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, പയ്യന്മാര് പ്രപ്പോസലാണ് അങ്ങനെയല്ല. എനിക്ക് പയ്യന്മാരെ പ്രപ്പോസൽ അല്ല, പയ്യന്മാരെ കാര്യം വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോഴേക്കും വീട്ടുകാരെ അറിയണത്. ഓക്കെ, പ്രേമിച്ച് കെട്ടിയവർക്കൊക്കെ അറിയായിരിക്കും അത് വീട്ടിൽ അവതരിപ്പിക്കുന്ന സമയത്തുള്ള ഒരു ടെൻഷനും ഒരു വിടുവിടുപ്പും. ഓക്കെ, ഇന്ന് പറയണോ നാളെ പറയണോ, എങ്ങനെ ഒന്ന് തുടങ്ങും, എങ്ങനെ ഒന്ന് അവതരിപ്പിക്കും. ഓക്കെ, അതൊരു വല്ലാത്ത ഒരു ഫീലാണ് അല്ലേ പിള്ളേരെ? ഓക്കെ, ചിലർക്ക് 4ഉം 3ഉം കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അല്ല ആദ്യത്തെ മാത്രം ടെൻഷൻ പെടത്തുള്ളൂ, രണ്ടാമത്തതാ മറ്റവൻ പോരാ, ഓക്കെ, അല്ലെങ്കിൽ മറ്റവള് പോരാ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ശരി, അപ്പൊ നിങ്ങൾ ഓർത്തു നിന്നാൽ മതി, കൂടുതൽ സ്നേഹം തരുന്ന ആള് നല്ലത്. അപ്പം കൂടുതൽ താപവൈദ്യുതി നല്ലളം കോഴിക്കോട് കേട്ടോ, നല്ലളം കോഴിക്കോട്, വലുത് ബ്രഹ്മപുരം എറണാകുളം. ഓക്കെ, ഇനി ദാണ്ട ഈ കാണുന്ന ചീമേനിയും കായംകുളവും എല്ലാം താപവൈദ്യുത നിലയങ്ങളാണ്. ചീമേനിയും കായംകുളവും എല്ലാം താപവൈദ്യുത നിലയങ്ങളാണ്. ചീമേനി താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? പറ, ചീമേനി താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് പിള്ളേരെ? തൃശ്ശൂര്, കറക്റ്റ് ആണ്. ആർക്കടാ തൃശ്ശൂര്? അടാ ചിമ്മിനി ആണ്ടാ തൃശ്ശൂര്, ചിമ്മിനി തൃശ്ശൂര്, ചിമ്മിനി തൃശ്ശൂര്. ചീമേനി കാസർഗോഡ്, ചീമേനി കാസർഗോഡ് കേട്ടാ, ചീമേനി കാസർഗോഡ്, ചീമേനി കാസർഗോഡ് കേട്ടാ, ചീമേനി കാസർഗോഡ്. ചിമ്മിനി തൃശ്ശൂര്, ചിമ്മിനി തൃശ്ശൂര്. ചിന്നാർ ഇടുക്കി, ചിന്നാർ ഇടുക്കി, ചിന്നാർ ഇടുക്കി. ഓക്കെ, ഇത് 3 മാറിപ്പോവരുത്. ചീമേനി കാസർഗോഡ്, ചിമ്മിനി തൃശ്ശൂര്, ചിന്നാർ ഇടുക്കി. ചീമേനി കാസർഗോഡ്, ചിമ്മിനി. നിങ്ങൾ ചീമേനി എസ്റ്റേറ്റ് സമരമൊക്കെ കേട്ടിട്ടില്ലേ? കാസർഗോഡ് തോൽവിറക് സമരത്തിന്റെ മറ്റൊരു പേര് ചീമേനി എസ്റ്റേറ്റ് സമരം. അപ്പൊ ചീമേനി കാസർഗോഡ്, ഓക്കെ, ചിമ്മിനി തൃശ്ശൂര്, ചിന്നാർ ഇടുക്കി, ചിന്നാർ ഇടുക്കി. ക്ലിയർ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ചീമേനിയിലെ ഇന്ധനം എന്താ കുട്ടികളെ? ചീമേനിയിലെ ഇന്ധനം എന്താ? ചീമേനിയിലെ ഇന്ധനം എന്താ പറഞ്ഞേ? ചീമേനിയിലെ ഇന്ധനം എന്താ? പറ പറ പറ, ചീമേനിയിലെ ഇന്ധനം പറ. ചീമേനിയിലെ ഇന്ധനമാണ് LNG, 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 ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. നമുക്കറിയാം LNG എന്ന് വെച്ച് കഴിഞ്ഞാല് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, പ്രകൃതിവാതകം. ചീമേനിയിലെ ഇന്ധനം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതിവാതകം. കായംകുളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? കായംകുളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ് പിള്ളേരെ? പറഞ്ഞേ. കായംകുളം താപവൈദ്യുത നിലയം കേരളത്തിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം, ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. അവിടുത്തെ ഇന്ധനം എന്താണ്? കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനം പറഞ്ഞേ. കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനം പറഞ്ഞ കുട്ടികളെ. കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനമാണ് നാഫ്ത. ഏതാ കുട്ടികളെ? നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനം എന്ന് കേട്ട് കഴിഞ്ഞാല് അത് നാഫ്തയാണ്, നാഫ്തയാണ് ഇന്ധനം, നാഫ്ത. ഓക്കെ, ക്ലിയർ ആണ്. ശരി, എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ LNGയുടെ പൂർണ്ണരൂപം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ LPG, CNG ഇതിന്റെയൊക്കെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞേ. LPG, CNG പൂർണ്ണരൂപം എന്ന് പറഞ്ഞേ. LPG, CNGയുടെ പൂർണ്ണരൂപം. LPG, CNG പൂർണ്ണരൂപം എന്ന് പറഞ്ഞേ. എന്താ LPGയുടേത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG അല്ലെ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG. ഓക്കെ, CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസും CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും. CNGയിലെ പ്രധാന ഘടകം ഏതാ കുട്ടികളെ? CNGയിലെ പ്രധാന ഘടകം ഏതാണ്? പറഞ്ഞേ. പറഞ്ഞേ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. CNGയിലെ പ്രധാന ഘടകം മീഥെയ്ൻ, മീഥെയ്ൻ, മീഥെയ്ൻ. CNGയിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. LPGയില് 2 പ്രധാന ഘടകങ്ങളുണ്ട്. നമുക്ക് മുമ്പ് ബ്യൂട്ടൈൻ മാത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു, പക്ഷെ പരീക്ഷയിൽ ചോദിച്ച ഡിലീഷൻ പോയി. 2 പ്രധാന ഘടകങ്ങളുണ്ട് LPGയില്.
LPG ബ്യൂട്ടൈനുമുണ്ട്. പിന്നെ ഏതാണ് കുട്ടികളെ? LPG പ്രധാന ഘടകങ്ങൾ ബ്യൂട്ടൈനും പ്രൊപ്പൈനും കേട്ടോ. ബ്യൂട്ടൈനും പ്രൊപ്പൈനും 2 പ്രധാന ഘടകങ്ങളുണ്ട് LPG ഏതൊക്കെയാ ഉള്ളത്? ബ്യൂട്ടൈനും പ്രൊപ്പൈനും. ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്, അപ്പൊ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ LPG എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകവാതകം LPG അല്ലേ കുട്ടികളെ? പാചകവാതകം LPG അല്ലേ? അപ്പം നമ്മളെ വീട്ടിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകളല്ലേ കൂടുതലും പാചകം ചെയ്യുന്നത്. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകള് LPG ഉപയോഗിച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നു നോർത്താൽ മതി. ഓക്കെ, ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ആസ്വദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകള് LPG ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ. അപ്പം ബ്യൂട്ടൈനും പ്രൊപ്പൈനും LPG. ഓക്കെ, മീഥൈൻ CNG. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ശരി. ഭയങ്കര സൗണ്ട്, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്നാമത് തലയും വയ്യ. അപ്പൊ നാളത്തെ പരിപാടി പറഞ്ഞുതരാം. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നാളെ നിങ്ങള് ഈ കേരളത്തിലെ ദേശീയ പാതകൾ ഒന്ന് നോക്കിയിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് റിവിഷൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ പഠിക്കും. നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോവാം. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ ദേശീയ പാതയായിരിക്കും നമ്മൾ റിവിഷൻ ചെയ്യുന്നത് കേട്ടോ, കേരളത്തില്. ഓക്കെ, പിന്നെ നിക്ഷേപം അത് ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. നാളെ അത് നോക്കിയിട്ട് കയറി കേട്ടോ. ക്ലിയർ ആണ്? ഓക്കെ, വൈകുന്നേരത്തെ ക്ലാസ്സിന്റെ കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് സെന്ററിൽ പോയി എടുക്കാൻ പറ്റുമെങ്കിലേ ഇന്ന് ക്ലാസ് ഉണ്ടാവത്തുള്ളൂ വൈകുന്നേരം. ഓക്കെ, നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു 6 മണിക്കകത്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം, TT എടുക്കാൻ പോകണം. ഓക്കെ, എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്?